ഹായ്, എല്ലാവർക്കും ലോഡ് ശിവയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കൈലാസനാഥന്റെ 12ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. മുൻ എപ്പിസോഡുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കയറി ഒന്ന് കണ്ടേക്കണേ. ദിവസങ്ങളോളം ഭക്ഷണവും ജലപാനവുമില്ലാതെ അറയ്ക്കുള്ളിൽ തന്നെ ഇരുന്ന സതിയെ ഓർത്ത് വിഷമിക്കുന്ന അതിഥി ഈ വിവരം പ്രസൂതിയോട് വന്ന് പറയുന്നു. ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച സതി ഇപ്പോൾ നിദ്യയും ഉപേക്ഷിച്ചിരിക്കുകയാണെന്ന് അതിഥി പറയുന്നു. അനേകർക്ക് അന്നമൂട്ടുന്ന ഈ കൊട്ടാരത്തിൽ എന്റെ പ്രിയപുത്രിക്ക് അന്നമൂട്ടാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് പ്രസൂതി. സതിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നാലോചിച്ച് സങ്കടപ്പെടുന്ന അതിഥി എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രസൂതിയെ നിർബന്ധിക്കുന്നു. ഈ സമയം ദക്ഷ മഹാരാജാവിനോട് വസന്തമെത്തിയിരിക്കുകയാണ്. രാജ്യത്ത് വസന്തോത്സവം നടത്തേണ്ടേ എന്ന് കുറച്ച് പ്രമുഖർ വന്ന് ചോദിക്കുന്നുണ്ട്. വസന്തോത്സവത്തിന്റെ കാര്യങ്ങളെല്ലാം സതി തീരുമാനിക്കുമെന്ന് ദക്ഷൻ അവരോട് മറുപടി പറയുമ്പോഴേക്കും പ്രസൂതിയും അവിടേക്ക് വരുന്നു. സതിയുടെ ജീവൻ കുറച്ചുനാളേക്കു കൂടി നിലയ്ക്കാതിരുന്നാൽ വിഘ്നങ്ങൾ കൂടാതെ വസന്തോത്സവം നടന്നിക്കുമെന്ന് പ്രസൂതി പറയുന്നു. അങ്ങനെയപ്പോൾ സതിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ദക്ഷ മഹാരാജാവും ചോദിക്കും. സതിയുടെ ഓരോ പ്രശ്നത്തിലും പരിഹാരം കാണാനാകാതെ വ്യാകുലപ്പെടുന്നു. പക്ഷേ സതി അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് അങ്ങേക്ക് വ്യാകുലതയില്ലേ എന്ന് പ്രസൂതി സങ്കടപ്പെട്ടുകൊണ്ട് ചോദിക്കും. പ്രായശ്ചിത്തത്തിൽ പീഡയില്ലാതിരിക്കില്ല. അങ്ങനെ അല്ലാതായാൽ ദോഷത്തിൽ നിന്നങ്ങനെ മുക്തി ലഭിക്കുമെന്ന് ദക്ഷൻ പറയും. എങ്കിൽ പ്രായശ്ചിത്തം ചെയ്ത് സതിക്ക് ജീവിതത്തിൽ നിന്ന് തന്നെ മോക്ഷം ലഭിച്ചാൽ അതാരുടെ ദോഷമാണ്? എത്ര കഠിനമായ ശിക്ഷയാണ് സതിക്ക് വിധിച്ചിരിക്കുന്നത്? അതിലും എത്ര കഠിനമായാണ് അവളത് ചെയ്തു തീർക്കുന്നത് എന്ന് അങ്ങൊന്നു ചെന്ന് നോക്കണം. ഒറ്റയ്ക്ക് പോകുവാൻ പ്രയാസമാണെങ്കിൽ എന്റെ കൂടെ വരൂ എന്നും പ്രസൂതി പറയുന്നു. കൂടെയുണ്ടായിരുന്ന അതിഥി എത്രയോ ദിനരാത്രങ്ങളായി സതി അറയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. ഭക്ഷണവും ജലവുമില്ലാതെ എത്ര നാളുകളിങ്ങനെ കഴിഞ്ഞുകൂടും. അവളുടെ കൈകൾക്ക് ഒരു വിശ്രമവുമില്ല. സദാ വിഷ്ണുനാമം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്വന്തം പിതാവിനെ പ്രസന്നനാക്കാനാണ് എന്നൊക്കെ അതിഥി പറയുന്നത് കേട്ട് ദക്ഷനും വല്ലാത്ത വിഷമം തോന്നുന്നു. സതി ചെയ്ത അപരാധം എന്തായാലും അത് അവളുടെ അറിവില്ലായ്മയാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒരു കാര്യം സ്പഷ്ടമായി. അങ്ങയ്ക്ക് പ്രജാപതിയായി തിളങ്ങാനാണ് സതിയുടെ പിതാവായിരിക്കുന്നതിനേക്കാൾ പ്രിയം. പക്ഷെ സതിക്കെന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ പ്രജാപതി എന്ന നിലയിൽ ന്യായത്തിന്റെ മുന്നിൽ അങ്ങ് നീതിപതിയാകും. എന്നാൽ പിതാവ് എന്ന നിലയ്ക്ക് അങ്ങ് ഒരിക്കലും മാപ്പർഹിക്കുന്നില്ലെന്ന് പ്രസൂതി പറയുമ്പോഴേക്കും അത് മുഴുമിപ്പിക്കാൻ അനുവദിക്കാതെ ദക്ഷൻ അതിനിടയിൽ കയറി മതി നിർത്തൂ എന്ന് പറയുന്നു. ഈ സമയവും സതി താമരയിതളുകളിൽ വിഷ്ണുനാമം രചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ദക്ഷനും പ്രസൂതിയുമൊക്കെ സതിയുടെ അറയ്ക്ക് മുന്നിലേക്ക് വരുന്നു. വാതിൽ തുറക്കാൻ ദക്ഷൻ ആജ്ഞാപിക്കുന്നതോടെ സതി അറവാതിൽ തുറക്കുന്നു. അകത്തേക്ക് കടക്കുന്ന ദക്ഷൻ സതിയോട് ക്ഷമ ചോദിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും സതി 1,00,000 താമരയിതളുകളിൽ വിഷ്ണുനാമം രചിച്ചു കഴിഞ്ഞതായി പിതാവിനോട് പറയുന്നു. സതി അത് പറയുന്നത് കേട്ട് ദക്ഷ മഹാരാജാവിന് അതീവ സന്തോഷമാകും. സന്തോഷത്തോടെ താമരയിതളുകൾക്കടുത്തേക്ക് ദക്ഷൻ എത്തുന്നു. പ്രസൂതിയും സഹോദരിമാരും ഇതേ സന്തോഷത്തിൽ സതിയോടൊപ്പം പങ്കുചേരും. അത്യാഹ്ലാദത്തോടെ ഇതാണ് നമ്മുടെ പുത്രി സതി. ഇത്രയും കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു. എന്നിട്ടും തന്റെ പ്രവൃത്തിയിൽ നിന്നും പിന്മാറിയില്ല. നമ്മുടെ പുത്രി തെളിയിച്ചിരിക്കുകയാണ് ധർമ്മപരിപാലനത്തിൽ ഇവൾ ഒരിക്കലും കുറവ് വരുത്തുകയില്ലെന്ന്. അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും കഠിനമായ പ്രായശ്ചിത്തം സ്വയം ഏറ്റെടുത്ത് നിർവഹിച്ചത്? ഇവൾ എന്റെ പ്രതിബിംബം തന്നെയാണെന്നൊക്കെ ദക്ഷൻ അഭിമാനത്തോടെ പറയുന്നു. പിതാവിന്റെ ആ വാക്കുകൾ കേട്ട് സന്തോഷത്തോടും അതിലുപരി അഭിമാനത്തോടും നിൽക്കുകയാണ് സതി. ഈ ആചരണത്താൽ, കർമ്മനിർവഹണത്താൽ നമ്മുടെ പുത്രി സതി പ്രജാപതി ദക്ഷന്റെ സർവം തികഞ്ഞ ഭാവി ഭരണാധികാരിയാണ്. ഒരു പിതാവിന് ഇതിലപ്പുറം എന്താണ് വേണ്ടത്? ഇങ്ങനെയൊരു പുത്രിയെ ലഭിച്ചതിൽ ഞാൻ ധന്യനാണെന്നൊക്കെ ദക്ഷൻ പറയും. അപ്പോഴേക്കും അവിടേക്ക് കശ്യപ മഹർഷിയും ബൃഹമുനിയുമൊക്കെ എത്തുന്നു. ശേഷം ദക്ഷൻ അതീവ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ചെന്ന് സതി എഴുതി തീർത്തതിൽ നിന്ന് ഒരു താമരപ്പൂവെടുക്കുന്നു. എന്നാൽ അതോടെ ദക്ഷന്റെ മുഖത്തേക്ക് അതിയായ രോഷം ഇരച്ചു കയറുകയാണ് ഉണ്ടായത്. കാരണം സതി താമരയിതളുകളിൽ എഴുതി തീർത്തത് ശിവ എന്നായിരുന്നു. ഇതോടെ ദക്ഷന് സതിയോട് തോന്നിയ സ്നേഹത്തേക്കാൾ ഇരട്ടി ദേഷ്യമാണിപ്പോൾ തോന്നുന്നത്. ദക്ഷന്റെ ഭാവമാറ്റം എല്ലാവരും ശ്രദ്ധിക്കുന്നു. ഓടിവന്ന് എല്ലാവരും താമരയിതളുകൾ നോക്കുന്നതോടെ സതി ഉൾപ്പെടെ എല്ലാവരും ഒരുപോലെ ഞെട്ടും. ആകെ ആശയക്കുഴപ്പത്തിലായ സതി ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ എല്ലാ പുഷ്പങ്ങളിലും വിഷ്ണുനാമമാണ് രചിച്ചത്. പിന്നിതെങ്ങനെ പറ്റിയെന്ന് പറഞ്ഞ് സതി കരയാൻ തുടങ്ങും. എന്നാൽ ഒരു പൂവിൽ പോലും വിഷ്ണുനാമം എഴുതിയിട്ടില്ലായിരുന്നു. ഇത് കാണുന്ന ദക്ഷന്റെ കോപം നിയന്ത്രണാതീതമാകുന്നു.
ഇതെങ്ങനെ സംഭവിച്ചുവെന്നറിയില്ല. എന്നെ വിശ്വസിച്ചാലും പിതാവേ എന്ന് പറഞ്ഞ് സതി അങ്ങനെ കരയുകയാണ്. എന്നാൽ ദക്ഷൻ ഒരക്ഷരം മിണ്ടുന്നില്ല. പിതാവിന്റെ മൗനത്തിൽ അതിയായി സങ്കടപ്പെട്ട് കരയുന്ന സതിയെ കാണിച്ചുകൊണ്ടാണ് 12ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും നന്ദിയും സ്നേഹവും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം.